നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇസ് ബാക്ക്. ഇന്ന് രാത്രി 11 മണിക്ക് ആർസണൽ വെസസ് കവൻട്രി സിറ്റി. ഈ ഗെയിമോടുകൂടി പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. 2026-27 സീസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി നാളെ എഗെയിൻസ്റ്റ് പ്രൊമോട്ടഡ് ടീം ഹൾ സിറ്റി. അങ്ങനെ പുതിയ സീസൺ, പുതിയ പ്രതീക്ഷകൾ അല്ലേ? അതാണ് ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എന്താ പറയുക, സ്റ്റാർട്ടിങ്, ഒരു തുടക്കം. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അതൊരു എന്താ പറയുക, ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചെന്നിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ലൈക്ക് റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിരുന്നാൽ ലൈക്ക് അത് നടക്കുന്നൊരു കാര്യമല്ല. കാരണം ഓൾറെഡി ആർസണൽ എന്നുള്ള ടീമുണ്ട്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. അവർ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ്, നല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ന്യൂ അഡീഷൻസ് ടു ദി ടീം. അപ്പോൾ ഒരു സ്ട്രെങ്ത്തിൽ നിന്നും സ്ട്രെങ്ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആർസണൽ. സോ അവരായിരിക്കും കൂടുതൽ ചാൻസസ് ഉള്ളത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം, നമ്മളിപ്പോൾ പുതിയ സൈനിങ്സ് ഒക്കെ വന്നു, ഇനിയും സൈനിങ്സ് വരാനായിട്ട് ഇരിക്കുന്നു. അപ്പം ഈ ഒരു കാരണങ്ങളെ കൊണ്ട് ലൈക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, പ്രഡിക്ഷൻസിൻ്റെ അകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുഡ് റീച്ച് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ സെക്കൻഡ് സ്പോട്ട് എത്തിക്കാനായിട്ടായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ശ്രമം. അത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയും. സോ എനിവേസ് ദിസ് ഗെയിം, ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ, ആദ്യത്തെ 3 ഗെയിംസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന പറഞ്ഞാൽ പ്രൊമോട്ടഡ് ടീംസിനെതിരെയാണ്. സോ അത് തന്നെ ഒരു പ്രതീക്ഷയാണ്. സോ ഇഫ് വി കുഡ് ഗെറ്റ് 3 വിൻസ്, ഈ ഒരു 3 വിൻസ് അടുപ്പിച്ച് നേടാൻ കഴിയുകയാണെങ്കിൽ വി കുഡ് ഗോ ഓൺ എന്താ പറയുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് നടത്താനായിട്ടുള്ള ഒരു സാധ്യതയാണ്. സോ ഇഫ് വി കുഡ് വിൻ അഗെയിൻസ്റ്റ് ഹൾ സിറ്റി, ഫസ്റ്റ് ഗെയിം എന്തായാലും വിജയിക്കുക എന്നുള്ളതാണ്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റെക്കോർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ലൈക്ക് വി ഹാവ് വൺ ലൈക്ക് ആ ഓപ്പണിംഗ് ഗെയിംസ് ഓഫ് ദ സീസൺ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിൽ വിജയിച്ചിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് ഓൾസോ അഗെയിൻസ്റ്റ് പ്രൊമോട്ടഡ് ടീംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ തോൽവി അറിഞ്ഞിട്ടില്ല. സോ അത് തന്നെയാണ് ഒരു പ്രതീക്ഷ, ഒരു ഫാക്റ്റ് തന്നെയാണ്. സോ വി കുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ റിയലി ഗുഡ് ഗെയിം ആൻഡ് ഒരു മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം വി ഹാവ് എ പ്രോപ്പർ മിഡ്ഫീൽഡ്. ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ അതിനുശേഷം യൂറി ടിലെമൻസ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ. കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്കൊക്കെ യൂറോപ്പ കപ്പ് നേടിക്കൊടുത്തതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാൾ യൂറി ടിലെമൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് വി ഹാവ് എന്താ പറയുക, ഒരു സെൻട്രൽ പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ സാന്റോസും കൂടെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് അത്യാവശ്യം ആ മിഡ്ഫീൽഡ് കുറച്ചൊന്ന് അത്യാവശ്യം സ്ട്രെങ്തൻ ആക്കും, അല്ലെങ്കിൽ ആക്കി എന്ന് വേണം തന്നെ പറയാനായിട്ട്. സോ ഈ ഒരു പ്രതീക്ഷയാണ് കൂടുതൽ. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, എന്താ പറയുക, നമ്മുടെ മിഡ്ഫീൽഡ് റാൻ ഓവറായി പോകുന്നതായിട്ടാണ് കാണുന്നത്. പല ആൾക്കാരും വന്ന് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ മാറ്റി ഈ സീസണിൽ അങ്ങനെ ഈസി ആയിട്ട് പൊട്ടുന്ന ഒരു മിഡ്ഫീൽഡ് ആയിരിക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. ആൻഡ് ഓൾസോ ഇനി അങ്ങോട്ടുള്ള ഗെയിംസിൽ മേ ബി ഒരു 2 or 3 ഗെയിംസ് കഴിയുമ്പോൾ കാർലോസ് ബലേബയും കൂടെ വന്നിരുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെങ്ത് ആവും. ആൻഡ് വി വിൽ ഹാവ് പ്രോപ്പർ ലെഗ്സ്, നല്ല എഞ്ചിനും ഓടിക്കളിക്കാനും കളം നിറഞ്ഞ് കളിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലെയറും കൂടെ നമ്മുടെ ഒരു അഡീഷനിലേക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് തിങ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ വലയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഡിഫൻസ് ആണ്. അതിപ്പം 2 എന്താ പറയുക, ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും, പിന്നെ അതിനുശേഷം 2 സെൻറ്റർ ബാക്സ്, ഇവർ 4, ഇതെല്ലാം കഴിഞ്ഞൊരു 4 വർഷം മുമ്പുള്ള സെയിം ടീം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന കാര്യം. ബിക്കോസ് ലൈക്ക് വി ഡിസേർവ് മോർ, ആ ടീം ഡിസേർവ്സ് മോർ അല്ലേ? പക്ഷേ മാനേജ്മെന്റ് അതിന് തയ്യാറാകുന്നില്ല. കൂടുതലും ഫ്രണ്ട് ലൈൻ സ്ട്രെങ്തനാക്കാനായിട്ടാണ് കഴിഞ്ഞ സീസണിൽ ശ്രമിച്ചത്. കഴിഞ്ഞ ഈ വിൻഡോയിൽ മിഡ്ഫീൽഡ് കുറച്ചുകൂടെ സ്ട്രെങ്തനാക്കിയിട്ടുണ്ട്. ആൻഡ് മേ ബി ഒരു ലെഫ്റ്റ് ബാക്ക് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ വിൻഡോ അവസാനിക്കുന്നതോടുകൂടി ഒരു ലെഫ്റ്റ് ബാക്ക് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ അത് വരണമെന്ന് തന്നെയാണ്. ആൻഡ് പിന്നെ നമ്മുടെ ഡിഫൻസ് ഒരു സൈനിങ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഫ്രീ ട്രാൻസ്ഫർ മാർക്കറ്റിനെയൊക്കെ നോക്കാമായിരുന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും ലെനിയോറോവും എയ്ഡൻ ഹെവൻ, പിന്നെ ഡിലിറ്റിൻ്റെ കാര്യം അറിയത്തില്ല, എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസും ഇതേപോലെയാണ്, പരിക്കും ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഈ കാൺട്ട് ഹാവ് എ ഫുൾ സീസൺ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെഗ്വയർ.
മെഗ്വയറും ഇടയ്ക്ക് വല്ല പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഒരു ഡിഫൻസ് ആണ് നമുക്കുള്ളത്. അറ്റ്ലീസ്റ്റ് ആ മിഡ്ഫീൽഡ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത്തിലേക്ക് വന്നതോടുകൂടി ഡിഫൻസിന്റെ ഭാരം ഒരിച്ചിരി ഒന്ന് കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ്. കഴിഞ്ഞ സീസണിലെ ടോപ്പ് അസിസ്റ്റ് മേക്കർ ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. 21 അസിസ്റ്റ് ആയിട്ട് ആ റെക്കോർഡ് നേടിയിട്ടുള്ള പ്ലെയറാണ്. സോ ഈ സീസൺ ബ്രൂണോ കത്തിക്കയറും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആഫ്റ്റർ എ ഡിസപ്പോയിൻറ്റിങ് വേൾഡ് കപ്പ് ബ്രൂണോ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് രീതിയിൽ നിൽക്കും. ബ്രൂണോയ്ക്കും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഉള്ളൊരു സാഹചര്യമാണ്. കാരണം തൊട്ട് ബാക്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീലമെൻസും കൂടെ ഉള്ളതുകൊണ്ട് ബ്രൂണോ ആ എല്ലാ ബേർഡനും കൂടെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല തലയിൽ. സോ ഈ നീഡ്സ് ടു ഹാവ് എ ഫ്രീ മൈൻഡ്. കറക്റ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും അസിസ്റ്റ് കൊടുക്കാനൊക്കെ ബ്രൂണോയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എ ഫ്രൂട്ട്ഫുൾ സീസൺ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലൈൻ എടുത്ത് പറയേണ്ടതാണ്. അമാദ് എന്തായാലും കാണും. ആൻഡ് ബിക്കോസ് ഓഫ് സെസ്കോസ് ആബ്സെൻസ്, ഇഞ്ചുറി കാരണം പുറത്തിരിക്കുന്നതുകൊണ്ട് അവിടെ എംബൂമോ. ആൻഡ് ദെൻ ഓൺ ദ ലെഫ്റ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ഐ തിങ്ക് എന്താ പറയുക മത്തിയസ് കുഞ്ഞ തന്നെ ആയിരിക്കും. ആൻഡ് റാഷ്ഫോർഡ് മേ ബി കമ്മിങ് ഇൻ ദ സെക്കൻഡ് ഹാഫ്. അത് തന്നെ ആയിരിക്കും പ്രതീക്ഷ. പിന്നെ അതിനുശേഷം ഹൾ സിറ്റിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ അറിയത്തില്ല. പ്രൊമോട്ടഡ് ടീമാണ്. ആൻഡ് എന്താ പറയുക അവർ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് അവർ പ്രൊമോഷൻ കയറി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സോ എന്താ പറയുക അത്ര ഒരു അങ്ങനെ വലിയ സ്ട്രെങ്ത് ഉള്ള ടീമൊന്നുമല്ല. ബട്ട് നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ടീമിനെയും വില കുറച്ച് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ വി വിൽ നോട്ട് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. അത് ഈസി ആയി പോകും അല്ലെങ്കിൽ ഒട്ടും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ആൻഡ് എന്താ പറയുക നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കണമെന്ന് പറഞ്ഞാൽ വി നീഡ് ടു സെക്യൂർ അവർ ഗോൾസ്. കാരണം എന്ന് വെച്ചാൽ ഐ മീൻ ലൈക്ക് നമ്മൾ ഈ ഗോൾ വഴങ്ങുന്നത് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ പലപ്പോഴും ഈ ചെറിയ ടീമിനെതിരായിട്ട് പോലും ഗോളുകൾ വഴങ്ങുന്നതായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. സോ സെനി ലെമൻസ് ഹി നീഡ്സ് ടു ഹാവ് എ റിയലി ഗുഡ് സീസൺ. നല്ല പോലത്തുള്ള ഒരു എന്താ പറയുക ഗോൾ കീപ്പിംഗ് ലെവൽസിലേക്ക് പോകാനായിട്ട് സെനി ലെമൻസിന് കഴിയട്ടെ. ആൻഡ് ഈസി ഗോൾസും അങ്ങനത്തെ ഒക്കെ ഉള്ള ലൈക്ക് മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഗോൾസ് നമുക്ക് എന്താ പറയുക കൺസീഡ് ചെയ്യാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ വാട്ട് ആർ യുവർ തോട്ട്സ്? ഈ കളി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, സ്കോർ ലൈൻ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആൻഡ് വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ? ഓക്കെ, അപ്പം ഞാൻ നോക്കുന്ന പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓപ്പണിംഗ് ഗെയിം ഓഫ് ദ സീസൺ കത്തിക്കയറാനായിട്ടും എന്താ പറയുക എല്ലാവിധ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതും എവേ സ്റ്റേഡിയത്തിലാണെങ്കിൽ പോലും ലൈക്ക് വി ആർ ഹോപ്പ്ഫുൾ ഫോർ എ ഗുഡ് വിൻ. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷയിൽ ഐ ആം ഗോയിങ് ഫോർ എ 3-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത്യാവശ്യം ഡോമിനൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടീമായിട്ട് നമ്മൾ ഉണ്ടാകും. ആൻഡ് ഐ തിങ്ക് ലൈക്ക് വി ആർ ഗോയിങ് ഫോർ എ വിൻ. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പിന്നെ നമ്മുടെ ഈ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സ്റ്റാർട്ടിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആൻഡ് കീപ് സപ്പോർട്ടിങ്. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.